സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടി നർഗീസ് സഫി മുഹമ്മദി. നിരവധി ത്യാഗത്തിൻ്റെ കഥകളുള്ള മുഹമ്മദിക്ക് പുരസ്കാരമെത്തിയത് ജയിലറയ്ക്കുള്ളിലേക്കാണ്. ഇക്കാലമത്രയും നടത്തിയ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് നൊബേൽ പുരസ്കാരം നൽകിയത്. ആരാണ് നർഗീസ് സഫി മുഹമ്മദി എന്ന അറിയാത്തവർക്കായി ഒരു ലഘു വിവരണം നൽകാം. ഇറാനിലെ സൻജാൻ പ്രവിശ്യയിൽ 1972 ഏപ്രിൽ മാസം 21 നർഗീസ് മുഹമ്മദിയുടെ ജനനം. ഖോർവെ, കരാച്ച്, ഒഷ്നവിയ എന്നീ പ്രദേശങ്ങളിലായി വളർന്ന അവർ ഖാസിൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതികശാസ്ത്രത്തിൽ ബിരുദം നേടി എഞ്ചിനീയറായി ഔദ്യോഗിക വൃത്തിയിൽ പ്രവേശിച്ചു. പക്ഷേ ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ബോധം വളർന്നതോടെ പ്രതികരിക്കാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ആദ്യകാലത്ത് എഴുത്തുകളിലൂടെയായിരുന്നു പ്രതികരണം ആരംഭിച്ചത്. സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ച് വിദ്യാർത്ഥി മാഗസിനിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ട തൻ്റെ പൊതുജീവിതത്തിന് മുഹമ്മദി തുടക്കം കുറിച്ചു. പൊതുപ്രവർത്തനത്തിൻ്റെ തുടക്കകാലത്ത് തന്നെ മുഹമ്മദിക്ക് അറസ്റ്റ് വരിക്കേണ്ടി വന്നു. ഇറാനിയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ ശക്തമായി വിമർശിച്ച മുഹമ്മദിയെ 1998 അറസ്റ്റ് ചെയ്തു. അത് കേവലം അറസ്റ്റിൽ മാത്രം ഒതുങ്ങിയില്ല, മറിച്ച് 1 വർഷത്തേക്ക് അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ഈ സമയത്ത് ചെഷക്കോൾ ദനേഷ് ജുവി റോഷാങ്കാരൻ എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു മുഹമ്മദി. അതിൽ മാത്രമായി നടപടികൾ ഒതുക്കാൻ അധികാരികൾ തയ്യാറായില്ല. പർവ്വതാരോഹക സംഘത്തിൽ അംഗമായിരുന്ന മുഹമ്മദിയെ വിലക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായി പൊതുപ്രവർത്തനം ഒരു വെല്ലുവിളിയായി അവർക്ക് തോന്നിയത്. ഇതിനിടയിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുഹമ്മദി മാധ്യമപ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന ഠാൻഖി റഹ്മാനി എന്നയാളെ വിവാഹം ചെയ്തു. പക്ഷേ വിവാഹത്തിന് ശേഷം ഏറെ താമസിയാതെ തന്നെ ഭർത്താവ് റഹ്മാനിയും അറസ്റ്റിലായി. 14 വർഷത്തെ ജയിൽവാസമായിരുന്നു അദ്ദേഹത്തിന് ഭരണകൂടം വിധിച്ചത്. അതിലും അവർ തളരാതെ പോരാടി തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോയി. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവിടെ നിന്ന് പിന്നിലേക്ക് സഞ്ചരിക്കാതിരുന്ന നർഗീസ് സഫി മുഹമ്മദി പിന്നീട് ഒരു പത്രപ്രവർത്തകയുടെ കുപ്പായം അണിഞ്ഞു. അതിനിടയിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനെ സംബന്ധിച്ച് ലേഖനങ്ങളുടെ ഒരു സമാഹാരവും പുറത്തിറക്കി. ദ റിഫോം സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് എന്നായിരുന്നു ആ ലേഖന സമാഹാരത്തിൻ്റെ പേര്. പത്രപ്രവർത്തകയായിരുന്ന സമയത്താണ് 2003 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവായിരുന്ന ഷിരിൻ എബാദിയുമായി മുഹമ്മദി പരിചയത്തിലാകുന്നത്. അന്നവർ ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്റർ എന്ന സംഘടന നടത്തിവരികയായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായ മുഹമ്മദി ആ സംഘടനയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. എഴുത്തുകാരി, സാമൂഹ്യ പ്രവർത്തക, അധ്യാപിക, നിയമവിദഗ്ധ എന്നീ നിലകളിൽ കൂടി പ്രശസ്തയായിരുന്ന എബാദിയാണ് DHRC എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്ററിൻ്റെ സ്ഥാപക. സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ പുതിയ ഊർജ്ജം ഉൾക്കൊണ്ട് മുഹമ്മദി നടത്തിയ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ഇതിനിടെ 2010 ഏപ്രിൽ മാസത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി കോർട്ട് നോട്ടീസ് അയച്ചു. അതേസമയം $50,000 ജാമ്യത്തുക കെട്ടിവെച്ചുകൊണ്ട് അതിൽ നിന്ന് മുഹമ്മദി പുറത്തിറങ്ങുകയായിരുന്നു. പക്ഷേ ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ ഉറച്ച മുഹമ്മദി ഭരണകൂടത്തിന് കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. ഇതോടെ അവർക്കെതിരായ നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. തെഹ്റാന് സമീപമുള്ള കുപ്രസിദ്ധമായ എബിൻ ജയിലിലേക്കാണ് അവരെ മാറ്റിയത്. തടവിൽ കഴിയവേ മുഹമ്മദി എപ്പിലെപ്സി രോഗത്തിന് അടിമയായി മാറി. ഇതോടെ തടവിൽ പാർപ്പിക്കുന്നത് ദുഷ്കരമായതോടെ അവരെ 1 മാസത്തിന് ശേഷം ജയിൽ മോചിതയാക്കി ചികിത്സയ്ക്കായി വിട്ടു. അതേസമയം രോഗത്തെ പോലും അവഗണിച്ചുകൊണ്ട് വീണ്ടും പൊതുപ്രവർത്തക രംഗത്ത് മുഹമ്മദി സജീവമായി. ഇതിനിടയിൽ അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അവരെ വീണ്ടും 2011 ജൂലൈ മാസത്തിൽ 11 വർഷത്തെ തടവിന് വിധിച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടം തടയിട്ടത്. ഇതിനെക്കുറിച്ച് മുഹമ്മദി പറഞ്ഞത് ഇങ്ങനെയാണ്: അഭിഭാഷകർ പറയുന്ന കേട്ടിട്ടാണ് തൻ്റെ വിധിയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. കോടതിയുടെ 23 പേജുകളുള്ള വിധിന്യായത്തിൽ താൻ നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളായി പലതവണ വിലയിരുത്തിയിട്ടുണ്ടെന്നുമായിരുന്നു. ഈ പ്രസ്താവനയിലൂടെ അപ്പീൽ കോടതി ശിക്ഷാ കാലാവധി 6 വർഷമായി കുറച്ചുകൊണ്ട് ഉത്തരവിറക്കി. ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിനായി മുഹമ്മദിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അതേസമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുഹമ്മദിക്കെതിരായ ഭരണകൂട ഭീകരതയ്ക്കെതിരെ പല സംഘടനകളും രംഗത്തെത്തി. ധീരരായ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നാവെരിയുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ഇത്തരം നടപടികൾ അതീവ ദുഃഖകരമാണെന്നായിരുന്നു ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് അറിയിച്ചത്. മനസാക്ഷിയുടെ തടവുകാരിയായി ആംനസ്റ്റി ഇന്റർനാഷണൽ മുഹമ്മദിയെ വിശേഷിപ്പിച്ചു.
തുടർന്ന് അവരെ ജയിൽ മോചിതയാക്കണമെന്ന ആവശ്യം ഉയർത്തുകയും ചെയ്തു. എവിൻ ജയിലിൽ മരണപ്പെട്ട സഹറ കാസിം എന്ന പത്ര ഫോട്ടോഗ്രാഫറുടെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന സംഘടന മുഹമ്മദിക്ക് എതിരായി നടന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നു. എന്നാൽ ഈ നിലയിൽ നിന്നുള്ള പ്രതിഷേധം ശക്തമായതോടെ 2012 ജൂലൈ മാസത്തിൽ മുഹമ്മദിയെ ജയിൽ മോചിതയാക്കി. ജയിൽ മോചിതയായതിനു ശേഷവും വീണ്ടും തന്നെ പ്രവർത്തനങ്ങളിൽ അവർ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു. തുടർന്ന് 2014 നടത്തിയ ഒരു പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തതോടെ വീണ്ടും എവിൻ പ്രിസൺ കോടതി വീണ്ടും അവർക്ക് നോട്ടീസ് അയച്ചു. ബ്ലോഗറായിരുന്ന സത്താർ ബഹേഷ്ടി 2012 ചോദ്യം ചെയ്യലിനിടയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് 2014 നടത്തിയ പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുന്ന വീഡിയോ ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധ നേടിയത്. ഇതേ തുടർന്നാണ് മുഹമ്മദിക്കെതിരായ നിയമ നടപടികൾ വീണ്ടും ആരംഭിക്കുന്നത്. നവംബർ മാസത്തിലാണ് മുഹമ്മദിക്ക് നോട്ടീസ് ലഭിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ഈ ആരോപണങ്ങൾക്കായി നൽകണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്നും എന്നാൽ ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വിശദീകരണങ്ങളും അർഹിക്കുന്നില്ല എന്നും ശക്തമായ ഭാഷയിൽ അവർ പറഞ്ഞു. രാജ്യത്ത് വധശിക്ഷ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് മുഹമ്മദി നേതൃത്വം നൽകി. ലഗാം എന്നൊരു സംഘടന ഇതിനായി ഇവർ രൂപീകരിച്ചു. ഈ നീക്കത്തെ ഭരണകൂടം ചെറുത്തത് മുഹമ്മദിക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി 16 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടായിരുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കെതിരായി പ്രവർത്തിക്കുന്നതിനായി നിയമവിരുദ്ധ സംഘടന രൂപീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 10 വർഷവും, ദേശീയ സുരക്ഷയ്ക്കെതിരായി സംഘം ചേർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 5 വർഷത്തെ തടവും, രാജ്യത്തെ വ്യവസ്ഥകൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി 1 വർഷത്തെ തടവിനും വിധിച്ചു. മുഹമ്മദ് 2014 ഒരു അന്തർദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. ഇതിലാണ് രാജ്യത്തെ വ്യവസ്ഥകൾക്കെതിരായി ഗൂഢാലോചന നടത്തി എന്നൊരു ആരോപണമാണ് ഭരണകൂടം ഉയർത്തിയത്. ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ പ്രതിനിധി കാതറിൻ ആഷ്ടനുമായി കൂടിക്കാഴ്ച നടത്തിയതും നിയമവിരുദ്ധമായി കണ്ട് മുഹമ്മദിക്ക് മേൽ കുറ്റം ചാർത്തപ്പെടുകയായിരുന്നു. ജയിലിലെത്തിയ മുഹമ്മദി അവിടെ തടവിൽ പാർപ്പിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇറാനിയൻ പൗരന് നീതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനോടൊപ്പം നിരാഹാര സമരവും ആരംഭിച്ചു. അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകുന്നതിൽ ജയിലധികാരികൾ വിസമ്മതിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരാഹാര സമരം നടന്നത്. 2019 നടത്തിയ സമരം വിജയം കണ്ടു. പക്ഷേ 2020 ആയതോടെ ലോകത്തെമ്പാടും കോവിഡ് പിടികൂടിയ സമയത്ത് മുഹമ്മദിയെ മഹാമാരി പിടികൂടി. കോവിഡ് ഭേദമായതിനു ശേഷം 2020 ഒക്ടോബറിൽ മുഹമ്മദി ജയിൽ മോചിതയായി. എങ്കിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങൾക്ക് വീണ്ടും ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. ഹിജാബിനെതിരായും ജയിലുകൾക്കുള്ളിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും ലോകത്തോട് വിളിച്ചു പറഞ്ഞ നർഗീസ് സഫീം മുഹമ്മദിക്ക് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു. ഒടുവിലിത ജയിലിൽ തടവിൽ കഴിയുന്ന മുഹമ്മദിയെ തേടി സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരവും എത്തി. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ ശിക്ഷാവിധിയാണിത്. അതിവിടെ നിന്ന് നിഷ്കാസനം ചെയ്യും വരെ എനിക്ക് വിശ്രമമില്ലെന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രഖ്യാപിക്കുന്നു. മനുഷ്യത്വരഹിതമായ നിയമവ്യവസ്ഥകൾക്കെതിരെ ഉയർന്ന ഈ ശബ്ദം എന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു.